മെയിനായിട്ട് ഈ വീഡിയോ എൻ്റെ കൂട്ടത്തിൽ കോളേജിൽ പഠിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ആൾക്കാർ ഇത് കാണുന്നവർക്കും യൂസ്ഫുള്ളായിരിക്കും. ഞാൻ പഠിച്ചത് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡാണ്. ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇൻട്രോ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ അലാമിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. AI കാലഘട്ടമായതുകൊണ്ട് പലരും കൺസേൺഡ് ആയിട്ടുണ്ടാവും, ജോലി റീപ്ലേസ്ഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. എസ്പെഷ്യലി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നിങ്ങൾ MNCസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കൺസേൺഡ് ആയിട്ടുണ്ടാവുക. ബിക്കോസ് നിങ്ങളുടെ ജോബായിരിക്കും മോസ്റ്റ്ലി റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുന്ന ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള പൊസിഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാരിലും ടെക് സപ്പോർട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് മാത്രമായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇനി അങ്ങോട്ട് വരുന്ന ടൈമിൽ AI പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ChatGPT ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലത്തെ പല മോഡൽസുകളും അവൈലബിൾ ആണ്. ഇപ്പം VS Code യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് GPT വെച്ചിട്ട് തന്നെയുള്ള ഒരു മോഡലാണ് കോപൈലറ്റ് എന്ന് പറയും. GPTൻ്റെ പല മോഡൽസും യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ VS Codeൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു ഫുൾ കോണ്ടെക്സ്റ്റ് ആ കോപൈലറ്റിന് കിട്ടുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് ഫയൽസും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈസിലി ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനും അത് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാനും അതിന് പറ്റുന്നതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിൻ്റെ ജോബ് ഭയങ്കര ഈസി ആയിട്ടുണ്ട്. അവർക്ക് മെയിനായിട്ട് ലോജിക്കിൽ മാത്രം ഫോക്കസ് ചെയ്യും. ഈവൻ ലോജിക്കിൽ പോലും പലപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലൗഡ് എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ക്ലൗഡ് എന്ന് പറയുന്ന മോഡൽ നമ്മൾ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്, എന്ത് ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് നമുക്കൊരു MD ഫയലിൽ കൊടുത്ത് അതിനെക്കൊണ്ട് റീഡ് ചെയ്യിച്ചിട്ട് കംപ്ലീറ്റ് ബാക്ക് എൻഡിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ, ഫ്രണ്ട് എൻഡിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ, എന്തൊക്കെ ഫയൽസാണ് അതിനകത്ത് വേണ്ടത്, എന്തൊക്കെ ഫങ്ഷണാലിറ്റീസാണ് വേണ്ടത്, ഇതിൻ്റെ എല്ലാ ഇംപ്ലിമെൻറ്റേഷനും ആ ഫയലിൽ തന്നെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫുൾ റൺ ചെയ്ത് അതിലുള്ള ഇഷ്യൂസും റൺ ടൈം എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റൺ ടൈം എറേഴ്സ് ചെയ്ത് ഫയലിലാണെന്ന് പോയി ചെക്ക് ചെയ്ത് ആ ഫയൽ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ റീറൺ ചെയ്ത് കംപ്ലീറ്റ്ലി അത് ഡിപ്ലോയ് ചെയ്ത സൈറ്റ് ഓപ്പൺ ചെയ്ത് തരും എന്നുള്ള അത്രയും ലെവലിലേക്ക് നമ്മുടെ AI മോഡൽസും ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ VS Codeലുള്ള ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻസും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനിഷ്യലി ഉണ്ടായിരുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ അത് കമ്പൈൻ ചെയ്ത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡാറ്റ മോഡലിങ്ങും ഡിപ്ലോയ് ചെയ്യാനുള്ളത്, DNS മാനേജ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിയും എന്നുള്ളതാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മുന്നേ ഉണ്ടായിരുന്നൊരു കാര്യം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വിചാരിക്കുക, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവലപ്പറിനെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഉള്ള ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിൻ്റെ റോള് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ റോളാണ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത്. ബിക്കോസ് ഫ്രണ്ട് എൻഡിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ ഇനി മുന്നോട്ട് പോകുന്ന ടൈമിൽ ആവശ്യമില്ല എന്നുള്ളതും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് എൻഡിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഒരു ഡെവലപ്പേഴ്സിന് ആവശ്യമില്ല എന്നുള്ളതും റീസെൻ്റ് ആയിട്ടുള്ള. പക്ഷേ അത് ആവശ്യമുള്ള കേസസ് ഉണ്ട്. വലിയൊരു സ്കെയിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം കംപ്ലീറ്റ് മൊഡ്യൂൾസും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സും മൾട്ടിപ്പിൾ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സും ആവശ്യമുള്ളൊരു കേസിൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ആവശ്യമുള്ളൊരു കേസിൽ മാത്രമേ ഇപ്പോൾ അങ്ങനെ ഒരു ഹയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. മോസ്റ്റ്ലി ചെറിയ കമ്പനീസും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് പോലത്തെയുള്ള കമ്പനീസും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനാണ് ഓൾറെഡി എടുക്കുന്നുള്ളത്. പക്ഷേ ഗോയിങ് ഫോർവേഡ് AI മോഡൽസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 30 to 50 ഡെവലപ്പേഴ്സ് വേണ്ട ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി പോകുന്ന ടൈമിൽ ഈ ഒരു AI മോഡൽസും കാര്യങ്ങളും വെച്ചിട്ട് റാപ്പിഡായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു 50 എംപ്ലോയീസിനെ വേണ്ട ഒരു കേസിൽ ഒരു 10 എംപ്ലോയീസിലേക്ക് അല്ലെങ്കിൽ ഒരു 1/5 അല്ലെങ്കിൽ 1/10 ആ ഒരു സ്കെയിലിലേക്ക് എംപ്ലോയീസിൻ്റെ റിക്വയർമെൻറ്റ്
വളരെ കുറവായിരിക്കും. പിന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഹോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാട്ടിലെ റേറ്റ് വെച്ചിട്ട് ഒരു 10,000 രൂപ, 8,000 രൂപ തൊട്ട് 10,000 രൂപയായിരുന്നു ഒരാൾ വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പം വെബ് ആപ്ലിക്കേഷൻ റിയാക്ട് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 50,000 തൊട്ട് 1,00,000 അല്ലെങ്കിൽ അതിന് ഹയർ ആയിട്ടുള്ളതായിരിക്കും. 3,00,000 വരെ ഉള്ളതുണ്ട്. ഇപ്പോൾ ഷോപ്പിംഗ് കാർട്ടൊക്കെ പോലത്തെ സൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിലും 3,00,000 4,00,000 അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി പോകുന്ന ടൈമിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പൈസയ്ക്ക് തന്നെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഈസിലി റെഡിലി അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഇതുപോലത്തെ AI മോഡൽസിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യിച്ച് 1-2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ലൗഡ് അതിനൊരു വലിയൊരു എക്സാമ്പിളാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ജോബ് റോൾ അല്ലെങ്കിൽ മോസ്റ്റ്ലി പലരുടെയും IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോബ് റോൾസ് ചിലപ്പം പല ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ജനറലി എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് വന്ന BTech എഞ്ചിനീയേഴ്സ് പഠിച്ചിട്ട് വന്ന ആൾക്കാരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ റോൾ എന്താണെന്നുള്ളത്, ജോബ് റോൾ എന്താണെന്നുള്ളത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ളൊരു പൊസിഷനാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ റോൾ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനിഷ്യലി ചെയ്യേണ്ട കാര്യം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യുക, ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോബ് റോൾ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യാം എഫിഷ്യൻ്റായിട്ട്, ആ ഒരു യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എങ്ങനെ ആ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ ആ പ്രോഡക്റ്റ് സ്കെയിൽ ചെയ്യാം, സ്കെയിലബിൾ ആയിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഡാറ്റ മോഡലിംഗ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡിസൈനിനനുസരിച്ചുള്ള ഡാറ്റ മോഡലിംഗ് ആൻഡ് ഒരു പ്രൊജക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹാൻഡിൽ ചെയ്യുന്ന ജോബ് റോൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർസ് എന്താണെന്നും അതിൻ്റെ പല മെത്തേഡ്, ഡാറ്റാബേസ്, ഡിഫറെൻറ്റ് തരത്തിലുള്ള ഡാറ്റാബേസുകളുണ്ട്. അപ്പം ചിലപ്പം ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇന്ന ഡാറ്റാബേസിലായിരിക്കും എക്സ്പെർട്ടൈസ്ഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും. അല്ല ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആണെങ്കിൽ റിയാക്റ്റിലായിരിക്കും എക്സ്പെർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഇനി മുന്നോട്ട് പോകുന്ന ടൈമിൽ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതല്ല, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും ആ സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഈ സൊല്യൂഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ജോബ് റോൾ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് GPT വെച്ചിട്ട് അല്ലെങ്കിൽ AI മോഡൽസ് വെച്ചിട്ട് ഈസിലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യം മുന്നോട്ട് വരുന്ന ടൈമിൽ വരില്ല. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്താണ് ബാക്ക് എൻഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, APIs, REST APIs അല്ലെങ്കിൽ സോക്കറ്റ് അല്ലെങ്കിൽ പലതരത്തിലുള്ള APIsകളുണ്ട്. അപ്പോൾ APIs എങ്ങനെ ഉണ്ടാക്കാം, APIs ഉണ്ടാക്കാൻ പോകുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് റൂട്ട്സ് എന്താണ്, കൺട്രോളേഴ്സ് എന്താണ്, സർവീസ് ഫങ്ഷൻസ്. ഈ സർവീസ് ഫങ്ഷൻസിനെ കോൾ ചെയ്യുന്നതാണ് കൺട്രോളേഴ്സിൻ്റെ ഇൻവോക്ക് ചെയ്യുന്നതാണ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ റൂട്ട്സാണ് നമ്മൾ API എൻഡ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി എല്ലായിടത്തും സിമിലർ ആയിരിക്കും. പല ഫ്രെയിം വർക്കുകളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ ഇതിൻ്റെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സ്ട്രാപ്പി എന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, CMS ആണ്, ഹെഡ്ലെസ് കണ്ടന്റ് CMS എന്നാണ് പറയുക. അപ്പോൾ അതിനകത്ത് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഈസിലി റെഡിലി റാപ്പിഡ്ലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന APIs ഈസിലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് സ്ട്രാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും സെയിം ഈ ഒരു രീതിയിലുള്ള ഫ്രെയിം വർക്കുകൾ എല്ലാം ഉള്ള പോലെ തന്നെയാണ്. റൂട്ട്സ് ഉണ്ടാവും, കൺട്രോളേഴ്സ് ഉണ്ടാവും, സർവീസ് ഫങ്ഷൻസ് ഉണ്ടാവും. സ്ട്രാപ്പിൻ്റെ കാര്യത്തിൽ ഫിസിക്കലി ഈ ഫോൾഡേഴ്സ് എല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കും. നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ചെയ്യാൻ പറ്റുക, ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഒരു
ബാക്ക് എൻഡ് ഉണ്ടാക്കാൻ പറ്റും, സ്ട്രാപ്പിൽ ഉണ്ടാക്കാൻ പറ്റും, എക്സ്പ്രസ്സിൽ ഉണ്ടാക്കാൻ പറ്റും, ഡെനോ, നോട്ട് ജേസ്, നെസ്റ്റ്, ഇങ്ങനെയുള്ള ഏത് ഫ്രെയിം വർക്കിൽ വേണമെങ്കിലും നമുക്ക് പോയിട്ട് ബാക്ക് എൻഡിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൈത്തൺ തന്നിട്ടുണ്ടെങ്കിൽ പൈത്തൺ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേണമെങ്കിലും ബാക്ക് എൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്. ഫ്രണ്ട് എൻഡിൽ തന്നെ CSS ഉണ്ട്, CSSൽ തന്നെ പലതരത്തിലുള്ള SCSS ഉണ്ട്, അതുപോലെ തന്നെ ടെയിൽവിൻ CSS, അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട്, പലതരത്തിലുള്ള ലൈബ്രറീസ്, റിയാക്ട് ലൈബ്രറീസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രെയിം വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ആ ടെയിൽവിൻ CSS എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും GPTനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റിക്വയർമെൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡ് കിട്ടും. പക്ഷേ ഈ കോഡ് എവിടെയാണ് കൊണ്ടുപോയിടേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഇൻ ദ സെൻസ് ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിനെ ഇൻവോക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എന്താണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ ഈ മുന്നോട്ട് പോകുന്ന ടൈമിൽ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന ടൈമിൽ ഏറ്റവും മെയിനായിട്ട് ഒരു പ്രൊഡക്റ്റ് മാനേജർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓണർ എന്നുള്ള നിലയിൽ ആർക്ക് വേണമെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ടൈമിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ റോൾ എന്ന് പറയുന്നത് കോഡ് റിവ്യൂവേഴ്സ് എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓണേഴ്സ് എന്ന് പറയുന്നവരുടെ റോൾ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്ന ടൈമിൽ. അല്ലാത്ത ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അവർക്ക് വേണ്ടി മുടക്കേണ്ട കോസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കൺസിഡറബിളി ഭയങ്കര കുറവായിട്ട് മുന്നോട്ട് പോകുന്ന ടൈമിൽ വരും. ഇപ്പോൾ ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഫ്രെയിം വർക്ക് ഒരു MNCസിലും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നിന്ന് പോകുന്നത്. ഒരു 5 കോടി അല്ല 10 കോടി രൂപേൻ്റെ ഒരു പ്രോജക്റ്റ് വന്ന ടൈമിൽ അവർ പ്രീവിയസ്ലി എത്രയാണോ ടൈം എസ്റ്റിമേറ്റ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എസ്റ്റിമേറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ആണ് ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് ഡിഫൈൻ ചെയ്യാം. പക്ഷേ ഇനി വരുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്ന AI മോഡൽസിനെയും AI വെച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനീസൊക്കെ വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുന്ന ഒരു ടൈമിൽ ഇത്രയും ടൈം മതി ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഒരു 10 ഡെവലപ്പേഴ്സിനെ വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരു പ്രൊഡക്റ്റ് 2 ഡെവലപ്പേഴ്സിനെ വെച്ചിട്ട് 2 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് ടൈമിൽ ഈ കോസ്റ്റൊക്കെ വളരെ കുറയും. അപ്പോൾ ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നത്, ഡെവലപ്പേഴ്സിന് കൊടുക്കേണ്ട കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഇനി മുന്നോട്ട് പോകുന്ന ടൈമിൽ കുറവായിരിക്കും. അപ്പോൾ ഇനി മുന്നോട്ട് വരുന്ന റോൾ കോഡ് റിവ്യൂവേഴ്സ് എന്നുള്ളതായിരിക്കും. അപ്പോൾ ചെറിയ പ്രൈസിൽ കോഡ് ചെയ്യുക, GPTനെ കൊണ്ട് അല്ലെങ്കിൽ AI മോഡൽസിനെ കൊണ്ട് കോഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ എടുക്കും. പക്ഷേ അതിനൊരു ഹയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാർ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടാവും. ഇതിനെ ഓരോരുത്തർക്കും ഓരോ മോഡ്യൂൾസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ എല്ലാം അലൈൻ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് ഔട്ട്പുട്ട് തെളിയിക്കുക എന്നുള്ളൊരു കാര്യം, ഇപ്പോൾ കോഡിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ആ പല ആൾക്കാരും ചെയ്ത കോഡെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കോഡ് റിവ്യൂവേഴ്സ് എന്നുള്ളൊരു ജോബായിരിക്കും കൂടുതലുണ്ടാവുക. അതുപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു ജോബ് റോൾ ഇനി മുന്നോട്ട് പോകുന്നതുണ്ടാവുക ടെസ്റ്റേഴ്സ് ആയിരിക്കും. അതിൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഭയങ്കര അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുന്നത്. മാനുവൽ ടെസ്റ്റേഴ്സിൻ്റെ യൂസ് ഇല്ല എന്നല്ല, വളരെ ആവശ്യമുള്ള പല കേസസ് ഉണ്ട്. യൂസർ എക്സ്പീരിയൻസ് ടെസ്റ്റ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമേഷൻ ചെയ്യുക, ഓട്ടോമേഷൻ പഠിക്കുക എന്നുള്ളതാണ് മാനുവൽ ടെസ്റ്റേഴ്സിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാനുവൽ ടെസ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൂടെ തന്നെ ആ മാനുവൽ ടെസ്റ്റേഴ്സ് തന്നെ ഓട്ടോമേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. എല്ലാവരും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് നമ്മളെ തന്നെ കാണുക, നോളജ് അക്വയർ ചെയ്യുക. ഇപ്പോൾ എത്ര AI മോഡൽസ് വന്നു, ഇപ്പോൾ ഉള്ള കറണ്ട് സ്റ്റേജ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. AI മോഡൽസ് വന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആസ് എ ഡെവലപ്പർ ഞാൻ GPTനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള മോഡൽസിനെ യൂസ് ചെയ്യുക, ഒരു ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഈസിലി എടുക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് മാത്രമാണ്.
മുന്നേ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ പലരും ബ്ലോഗ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയി നോക്കി അവർ ചെയ്തിരിക്കുന്ന കോഡിനെ റെഫറൻസ് എടുത്തിട്ടാണ് പല കാര്യങ്ങളും സോൾവ് ചെയ്യുന്നുള്ളത്. ഇപ്പം അതിന് അല്ലെങ്കിൽ ആ ലൈബ്രറീസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പോയി വായിച്ച് നോക്കി അതെങ്ങനെയാണ് നമുക്ക് ഒരു ലൈബ്രറി യൂസ് ചെയ്യാൻ പറ്റുക, ആ ലൈബ്രറി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മോഡൽസിനെ കൊണ്ട് എനിക്കുള്ള പേഴ്സണലായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റാപ്പിഡായിട്ട് നമുക്ക് ഓരോ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിനെ ഒരു ടൂളായിട്ട് കാണുക. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്താണ് വേണ്ടത്? അപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരു ലക്ഷക്കണക്കിന് യൂസേഴ്സ് ഉള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏത് ഡാറ്റാബേസ് യൂസ് ചെയ്യണം, ഡാറ്റാബേസിൻ്റെ ഡാറ്റ മോഡലിംഗ് എത്രത്തോളം എങ്ങനെ ആയിരിക്കണം, അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡാറ്റ മോഡലിംഗ് ചെയ്യുന്നത് ഡാറ്റാബേസിനെ തന്നെ എത്ര എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, API എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്കതിനെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡാറ്റാബേസിനെ തന്നെ സ്കെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഡാറ്റാബേസിൽ നിന്ന് മാത്രമല്ല സെർവറിനെ ആണെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കാര്യം. അപ്പം ഗോയിങ് ഫോർവേഡ് ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം പഠിക്കുക എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജോബ് നോക്കുക എന്നുള്ള കാര്യം ഇനി മുന്നോട്ട് പോകുന്ന ടൈമിൽ വളരെ കഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി വായിക്കുക, പഠിക്കുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം.